കോഴിക്കോട് ശമ്പളം കിട്ടാത്തതിന്റെ മനോവിഷമത്തിൽ അധ്യാപിക ജീവനൊടുക്കിയ നിലയിൽ. കട്ടിപ്പാറ വളവനാനിക്കൽ അലീന ബെന്നിയാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോടഞ്ചേരി സെന്റ് ജോസഫ് LP സ്കൂൾ അധ്യാപികയാണ് അലീന. വിവരങ്ങളുമായി ബെൻസൺ ബാബുവാണ് ചേരുന്നത്. ബെൻസൺ, എന്തെല്ലാമാണ് വിശദാംശങ്ങൾ? ലാൽകൃഷ്ണ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഏകദേശം 3 മണിയോട് കൂടിയാണ് ഈ അലീനയെ കട്ടിപ്പാറയിലെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. കഴിഞ്ഞ 6 വർഷക്കാലമായി എയ്ഡഡ് സ്കൂളുകളിൽ അധ്യാപികയായി ജോലി ചെയ്യുകയാണ്. താമരശ്ശേരി രൂപതയുടെ കീഴിലുള്ള കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ കീഴിലാണ് അലീന ജോലി ചെയ്തിരുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം ആദ്യ 5 വർഷക്കാലം കട്ടിപ്പാറയിലെ ഹോളി ഫാമിലി എന്ന് പറയുന്ന സ്കൂളിലാണ്, എയ്ഡഡ് സ്കൂളാണ്, അവിടെയായിരുന്നു അലീന ജോലി ചെയ്തിരുന്നത്. തുടർന്ന് കഴിഞ്ഞ 1 വർഷക്കാലമായി കോടഞ്ചേരി LP സ്കൂളിലുമാണ് ജോലി ചെയ്യുന്നത്. ഈ കഴിഞ്ഞ 6 വർഷക്കാലവും താമരശ്ശേരി രൂപതയ്ക്ക് കീഴിലുള്ള കോർപ്പറേറ്റിന് കീഴിൽ ജോലി ചെയ്തിട്ടും 1 രൂപ പോലും സാലറി ലഭിച്ചില്ല എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഈ കോർപ്പറേറ്റിന് കീഴിലുള്ള ജോലി ലഭിക്കുന്നതിനായി 13 ലക്ഷം രൂപ ആദ്യഘട്ടത്തിൽ, അതായത് ജോലിക്ക് കയറുന്നതിന് മുമ്പ് 6 വർഷങ്ങൾക്ക് മുൻപ് കോർപ്പറേറ്റിന് നൽകിയിരുന്നു. ആദ്യഘട്ടത്തിൽ താൽക്കാലിക നിയമനം എന്ന നിലയിലായിരുന്നു കട്ടിപ്പാറയിലെ സ്കൂളിൽ അലീനയ്ക്ക് ജോലി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ആ സ്കൂളിൽ നിന്ന് ഒരു അധ്യാപിക ലീവിന് പോകുന്നു. അങ്ങനെ ആ ലീവ് വേക്കൻസിയിൽ അലീന അവിടെ ജോലിക്ക് കയറുന്നു. ആദ്യഘട്ടത്തിൽ ഈ താൽക്കാലിക നിയമനം സ്ഥിര നിയമനമാക്കി നൽകാമെന്ന ഒരു വാഗ്ദാനം മാനേജ്മെന്റിന്റെ ഭാഗത്ത്, കോർപ്പറേറ്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. എന്നാൽ 5 വർഷക്കാലം ജോലി ചെയ്തിട്ടും അങ്ങനെ ഒരു സ്ഥിര നിയമനത്തിലേക്ക് കടന്നില്ല. അതോടൊപ്പം തന്നെ 5 വർഷക്കാലവും 1 രൂപ പോലും സാലറിയായി ലഭിച്ചിരുന്നില്ല എന്നും കുടുംബം പറയുന്നു. പിന്നീട് ഈ ഹോളി ഫാമിലി കട്ടിപ്പാറയിലെ സ്കൂളിൽ സ്ഥിര നിയമനം നൽകാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ കോടഞ്ചേരിയിലെ സ്കൂളിലേക്ക് അലീനയെ മാറ്റുകയായിരുന്നു. അവിടെ സ്ഥിര നിയമനമാക്കി നൽകാം, ഒരു പുതിയ നിയമനം എന്ന നിലയിൽ, അതായത് കഴിഞ്ഞ 5 വർഷക്കാലം ജോലി ചെയ്ത ജോലി കണക്കിൽ വരില്ല. പുതിയ നിയമനം എന്ന നിലയിൽ കോടഞ്ചേരി സ്കൂളിൽ ഒരു പുതിയ നിയമനം എന്ന നിലയിൽ നിയമനം നൽകാമെന്ന ഒരു വാഗ്ദാനം നൽകിക്കൊണ്ടായിരുന്നു കോടഞ്ചേരി സ്കൂളിലേക്ക് മാറ്റിയത്. എന്നാൽ കഴിഞ്ഞ 1 വർഷക്കാലമായി കോടഞ്ചേരി സ്കൂളിൽ ജോലി ചെയ്യുമ്പോഴും 1 രൂപ പോലും സാലറിയായി ലഭിച്ചിരുന്നില്ല. മറ്റ് ആനുകൂല്യങ്ങളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല എന്ന് കുടുംബം ആരോപിക്കുന്നു. സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം, ഈ എയ്ഡഡ് സ്കൂൾ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എത്രത്തോളം വലുതാണ് എന്ന് കഴിഞ്ഞ കുറേ കാലങ്ങളായി ചർച്ചയിലുള്ളതാണ്. അതിന്റെ അവസാന ഇര എന്ന നിലയിലാണ് അലീനയെ നമുക്ക് കാണേണ്ടി വരിക. കാരണം ഇവർ താമസിച്ചിരുന്ന കട്ടിപ്പാറയിലെ വീട്ടിൽ നിന്നും ഇവർ ജോലി ചെയ്തിരുന്ന കോടഞ്ചേരിയിലെ സ്കൂളിലേക്ക് ഏകദേശം 25 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ ദൂരം അത്രയും ഇവർ അലീനയുടെ പിതാവ് ബെന്നി ചേരുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം. ശ്രീ ബെന്നി, താങ്കൾ അധികം മനോവിഷമത്തിലാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇത്തരം ഒരു കാര്യം, അതായത് മാനേജ്മെൻറ്റ് ആനുകൂല്യങ്ങളോ ശമ്പളമോ വേണ്ട എന്ന രീതിയിലൊരു എഗ്രിമെൻറ്റ് അലീനയിൽ നിന്ന് വാങ്ങിയ കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നോ? ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ചിരുന്നോ? ഈ ശമ്പളം കൊടുക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഏതെങ്കിലും ഘട്ടത്തിൽ മാനേജ്മെൻറ്റോ അലീനയോ എന്തെങ്കിലും വിഷയങ്ങൾ നിങ്ങളുമായി സംസാരിച്ചിരുന്നോ? അതായത് കട്ടിപ്പാറ നസ്രത്ത് LP സ്കൂളിൽ ഒരു ടെർമിനേഷൻ വേക്കൻസിയിൽ നിയമനം തന്നു. പിന്നീട് ഓഫീസിൽ കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിന് ടെർമിനേഷൻ ചെയ്ത ടീച്ചർ തടസ്സവാദം ഉന്നയിക്കുകയും അതിന്റെ നടപടിക്രമങ്ങൾ ഏകദേശം 4 വർഷത്തോളം നീണ്ടുപോവുകയും ചെയ്തു. അപ്പം ആ ഒരു കാലയളവിൽ 1 രൂപ പോലും ശമ്പളമോ ഒന്നും കിട്ടിയിട്ടില്ല. അതിന്റെ മനോവിഷമം ഉണ്ടായിരുന്നു. പല പ്രാവശ്യം മാനേജറോട്, കോർപ്പറേറ്റ് മാനേജറോട് സംസാരിക്കുകയും മാനേജറെ അത് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും പുതിയ പോസ്റ്റ് വരുമ്പോൾ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു, ഒന്ന് മാറ്റിത്തരണം, സ്കൂളിലേക്ക് പുതിയ അപ്പോയിന്റ്മെന്റോ അല്ലെങ്കിൽ ട്രാൻസ്ഫറോ മാറ്റിത്തരണം എന്ന് പറഞ്ഞിട്ട് അതിനൊന്നും തയ്യാറായിട്ടില്ല. അപ്പൊ അതിന്റെ പ്രയാസമുണ്ട്. അങ്ങനെ നമ്മുടെ ഇടവകയിലെ പാസ്റ്റൽ കൗൺസിൽ കമ്മിറ്റിയുടെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് കോടഞ്ചേരി LP സ്കൂളിലേക്ക് പുതിയൊരു പോസ്റ്റ് നിയമനം തന്നു. ഒരു ട്രാൻസ്ഫർ പോസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ ജൂൺ മുതൽ കൃത്യമായിട്ട് സ്കൂളിൽ പോയിട്ടുണ്ട്. ഒരു ദിവസം പോലും ഒഴിവാക്കിയിട്ടില്ല. എങ്കിലും അതിന് കുറെ നിയമതടസ്സങ്ങൾ, ഇനിയും ശമ്പളം കിട്ടാനുണ്ട് എന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ട്. അവള് വളരെ സങ്കടത്തോടും പ്രയാസത്തോടും കൂടിയിട്ടാണ് അവള് വരുമ്പോൾ സ്കൂൾ വിട്ട് വന്നിട്ട് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു, ഭയങ്കര കരച്ചില്. കാരണം അത്രയും ദൂരം യാത്ര ചെയ്ത് 1 രൂപ പോലും ശമ്പളം കിട്ടാതെയാണുള്ള ജോലി ചെയ്യുന്നത്. അപ്പം അതിന്റെ നടപടിക്രമങ്ങളിലാണെന്നാണ് ആ സ്കൂളിലെ പ്രധാന അധ്യാപകനായിട്ട് സംസാരിച്ചപ്പോൾ അവര് എന്നോട് പറഞ്ഞത്. 2 മാസം കൂടെ കഴിഞ്ഞാൽ ശമ്പളം കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ എന്താണെന്ന് അറിയത്തില്ല, അവളുടെ ആ ഒരു തോന്നല്. സാധാരണഗതിയിൽ നമ്മൾ ഈ തരത്തിൽ ജോലി ചെയ്യുമ്പോൾ ഒരു ഡെയിലി വേജ് എന്ന രീതിയിലെങ്കിലും ഒരു തുക നമുക്ക് ലഭിക്കേണ്ടതാണ്. ഇല്ല. ആ സ്കൂളിലെ അധ്യാപകർ ഒരു 3000 രൂപ വണ്ടിക്കൂലിക്ക് കൊടുത്തിരുന്നു എന്ന് ഞാൻ ഇന്നാണ് വിവരം അറിഞ്ഞത്. സ്കൂളിലെ പ്രധാന അധ്യാപകനുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോ. മാനേജ്മെന്റ് ഇക്കാര്യത്തിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ടോ? മാനേജ്മെന്റിനോട് പല പ്രാവശ്യം ഞാൻ അങ്ങോട്ട് സംസാരിച്ചതാണ്. എനിക്ക് നീതി നടപ്പാക്കി തരണം, എന്റെ മകളുടെ കാര്യമാണ്, അവൾക്ക് ഇത്രയും പ്രായമായി, അവൾക്കൊരു വിവാഹ ജീവിതം തെരഞ്ഞെടുക്കുവാൻ അവൾക്ക് വരുമ്പോൾ ജോലി ഉണ്ടോ അല്ലെ ഇല്ലയോ, ഏത് സ്റ്റാൻഡാണ് ഞാൻ എടുക്കേണ്ടത്,
എന്ന് ചോദിച്ചു. ഒരു ഉത്തരവും എനിക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല. നാളിതുവരെ ആയിട്ടും ഈ വിഷയത്തിൽ ഒരു തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള പ്രതികരണവും ലഭിച്ചിട്ടില്ല. പോസിറ്റീവായ പ്രതികരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കും എന്നുള്ള ഒരു വാക്കല്ലാതെ എനിക്കൊന്നും നീതി കിട്ടിയിട്ടില്ല. ഈ കാലയളവിൽ എപ്പോഴെങ്കിലും അവിടെ മറ്റധ്യാപകരെ ആരെങ്കിലും നിയമിച്ചതായിട്ടോ മറ്റോ അറിവുകളുണ്ടോ? മറ്റധ്യാപകരെ നിയമനം നടക്കുന്നുണ്ട്. അപ്പോഴും അലീനയുടെ കാര്യത്തിൽ മന്ദഗതിയിൽ തന്നെ കാര്യങ്ങൾ പോകുന്ന സ്ഥിതിയാണ്. മന്ദഗതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അവർ പറയുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള തടസ്സം മൂലമാണ് ശമ്പളം കിട്ടാത്തതെന്നാണ് കോർപ്പറേറ്റ് ആവശ്യപ്പെടുന്നത്. അത് ഓഫീസും DOS ബന്ധപ്പെടുമ്പോൾ അതിന് കൃത്യമായ രേഖകൾ മറ്റു ഭിന്നശേഷിയായിട്ട് ബന്ധപ്പെട്ട റോസ്റ്റർ കാര്യങ്ങൾ ഇതൊക്കെ കൃത്യമായിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ഈ ഫയൽ സ്വീകരിച്ചിട്ട് അതിന്റെ നടപടിയിലേക്ക് നീങ്ങാൻ കഴിയുള്ളൂ. കൃത്യമായ ഫയല് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് കൊടുക്കാതെ എങ്ങനെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എങ്ങനെ പ്രോസസ്സിംഗ് പൂർത്തിയാവും? തുടർച്ചയായിട്ട് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് അലംഭാവം ഉണ്ടായിരുന്നു. അത് തന്നെയാണ് അലീനയുടെ ജീവൻ എടുക്കുന്നതിന് കാരണമായത്. മാനേജ്മെന്റ് ഭാഗത്ത് അലംഭാവം ഉണ്ടായെന്ന് ഒരുപാട് അധ്യാപകരുണ്ടല്ലോ. അപ്പൊ അവര് പറഞ്ഞ ഒരാളുടെ കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനൊന്നും കഴിയില്ല, എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന പോലെ ചെയ്തു തരാമെന്നുള്ള ഒരു കണ്ടീഷനാണ് പറഞ്ഞുള്ളൂ. ഈ ഇതിന്റെ ഇടയിൽ മാനേജർ ഈ ശമ്പളമോ മറ്റു ആനുകൂല്യങ്ങളോ വേണ്ട എന്ന് എഴുതി വാങ്ങിയിരുന്നു അലീനയിൽ നിന്ന് എന്ന് പറയുന്നുണ്ട്. അത് ഏത് സാഹചര്യത്തിലാണ് എന്ന കാര്യം? 4 വർഷം ഇവിടെ സ്കൂളിൽ പഠിപ്പിച്ചല്ലോ, അതിന് 4 വർഷത്തെ എനിക്ക് ആനുകൂല്യങ്ങളോ അതൊന്നും വേണ്ട, ഒരു രാജി പോലെ എഴുതി വാങ്ങിച്ചിരുന്നു എന്ന് ഞാൻ ആ സ്കൂളിൽ മുമ്പുണ്ടായിരുന്ന ഒരു പ്രധാന അധ്യാപിക പറഞ്ഞുകൊണ്ട് ഞാൻ അറിഞ്ഞു. എന്നിട്ട് പോലും അലീന എന്നോട് ഈ വിവരം പറഞ്ഞിട്ടില്ല. 4 വർഷത്തെ സർവീസ് ആനുകൂല്യങ്ങളൊന്നുമില്ല, എനിക്ക് കിട്ടാനുള്ള സാധ്യതയില്ല. പുതിയ നിയമനത്തിന് അത് തടസ്സമാവും ശമ്പളം കിട്ടാമെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാണ് എഴുതി വാങ്ങിച്ചത്. ശരി, നന്ദി ശ്രീ ബെന്നി, ഞങ്ങളോട് ഈ സമയത്ത് പ്രതികരിക്കാൻ മനസ്സ് കാണിച്ചതിന്. 6 വർഷമായി ജോലി ചെയ്ത ഒരു സ്ഥാപനത്തിൽ നിന്ന് 1 രൂപ പോലും ശമ്പളമോ ആനുകൂല്യങ്ങളോ ലഭിക്കാത്തതിൻ്റെ മനോവിഷമത്തിലായിരുന്നു ഒരു അധ്യാപിക ജീവനൊടുക്കേണ്ട നിലയിലേക്ക് കാര്യങ്ങൾ പോയത്. തുടർച്ചയായി അത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും വേണ്ട രീതിയിലുള്ള ഇടപെടൽ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്തവരുടെ ഭാഗത്തുനിന്നുണ്ടായതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു എന്ന കാര്യം കൂടിയാണ് ഈ വിഷയത്തിൽ വ്യക്തമാകുന്നത്. ബെൻസൺ ആണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമ്മോട് പങ്കുവച്ചത്.